കഥയെ ആരംഭിക്കുന്നത് മാർഷൽ ആർട്ടിസ്റ്റായ ചുങ് ടിൻചിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കുംഫു ലെജൻഡ് ഇപ്മാനുമായി നടത്തിയ ഒരു മത്സരത്തിൽ ഇപ്മാൻ ടിൻചിയെ പരാജയപ്പെടുത്തിയിരുന്നു. അന്നത്തെ പരാജയത്തോടെ തന്റെ മാർഷൽ ആർട്സ് ജീവിതമൊക്കെ ഉപേക്ഷിച്ച ടിൻചി ആകട്ടെ തന്റെ മകനെയും കൂട്ടി മറ്റൊരു നഗരത്തിലേക്ക് പോയി. പക്ഷേ ആ മാറ്റത്തിൽ ടിൻചിക്ക് കുറേയധികം സാമ്പത്തിക ബാധ്യതകൾ വന്നിരുന്നു. അങ്ങനാണ് ടിൻചി ഒരു ഹിറ്റ്മാനായി മാറുന്നത്. യുഎൻ വാ എന്നു പേരുള്ള വൃദ്ധനായ ഒരു മനുഷ്യനു വേണ്ടിയായിരുന്നു ടിൻചി ജോലി നോക്കിയിരുന്നത്. ഒരു ദിവസം തന്റെ ആ ഹിറ്റ്മാൻ ജോലി അവസാനിപ്പിക്കാൻ ടിൻചി തീരുമാനിച്ചു. താൻ ഇതുവരെ സമ്പാദിച്ച പണമൊക്കെ ചേർത്താൽ തനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ളതുണ്ടാകും എന്ന് ടിൻചി ഊഹിച്ചിരുന്നു. ടിൻചി യുഎൻ വായുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. പക്ഷേ ടിൻചി അങ്ങനെ പിരിഞ്ഞു പോകുന്നത് യുഎൻ വാക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. യുഎൻ വായുടെ മികച്ച ഹിറ്റ്മാൻസിൽ ഒരാളായിരുന്നു ടിൻചി. തന്റെ കയ്യിലുള്ള ടിൻചിയുടെ പണം യുഎൻ വാ കൊടുത്തു. പിന്നാലെ ഹിറ്റ്മാൻ ലോകം വിട്ടുപോകാൻ ഒരു കണ്ടീഷൻ ടിൻചിക്ക് മുമ്പിലേക്ക് അയാൾ വെച്ചു. ടിൻചി ഒരു ഫൈറ്റിൽ ഏർപ്പെടണം. തന്റെ ബുള്ളറ്റുകളെ ടിൻചിക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ ടിൻചിക്ക് ഇവിടം വിട്ടുപോകാം. യുഎൻ വാ ടിൻചിക്ക് നേരെ തോക്ക് ചൂണ്ടി. ഞൊടിയിടയിലുള്ള മൂവ്മെന്റിൽ ടിൻചി ആ തോക്ക് തന്റെ കൈവശത്താക്കി. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അസാസിനായ സാഡിയുമായും ടിൻചിക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട്. ശക്തമായൊരു ഫൈറ്റ് തന്നെ അവിടെ അരങ്ങേറിയിരുന്നു. ഫൈറ്റ് കുറേയധികം നീളുന്നതിന് മുമ്പ് യുഎൻ വാ ഇടപെട്ടു. അവരുടെ ഫൈറ്റ് നിർത്തി. ടിൻചിയോട് അവിടെ നിന്നും പൊക്കോളാനും പറഞ്ഞു. തന്റെ ഹിറ്റ്മാൻ ജീവിതമൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞ ടിൻചി നഗരത്തിൽ ചെറിയൊരു കട തുറന്ന് അതിനോട് ചേർന്നുള്ള വീട്ടിൽ താമസമാക്കി. തന്റെ മകൻ അഫങ്ങിനൊപ്പം സന്തോഷത്തോടെ ടിൻചി ജീവിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ കട തുറന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അഫങ്ങിനെ ടിൻചി സ്കൂളിലാക്കാൻ പോകും. ആ സമയം അടുത്തുള്ള അയൽവകക്കാരിയാണ് കട നോക്കുക. സ്കൂൾ ഒരുപാട് ദൂരെയല്ലെങ്കിലും മകനെ കൊണ്ടാക്കാൻ ടിൻചി തന്നെ പോകുമായിരുന്നു. നല്ലൊരു അച്ഛനാവണം, തന്റെ മകനെല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ടിൻചിക്കുണ്ടായിരുന്നു. അന്ന് അഫങ്ങിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ടിൻചി പതിവ് പോലെ അഫങ്ങിനെ ഡ്രോപ്പ് ചെയ്തു. വൈകുന്നേരം താൻ വരാമെന്നും ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ലൊരു സ്റ്റീക്ക് ഷോപ്പിൽ അഫങ്ങിനെ കൊണ്ടുപോകാം എന്നും അയാൾ പറഞ്ഞു. കഥയെ അവിടെ നിന്നും നാന എന്ന ലേഡിയിലേക്ക് തിരിയുന്നു. അവിടെയുള്ള ഒരു വേശ്യാലയത്തിൽ അവൾ വേശ്യയായി ജോലി നോക്കുകയായിരുന്നു. ഷോ സൈക്കിറ്റ് എന്നു പേരുള്ള ഒരാളുമായി അവൾക്ക് അടുപ്പമുണ്ട്. അയാളായിരുന്നു അവളെ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് നടത്തിയത്. മയക്കുമരുന്നിന് അഡിക്റ്റ് ആയതോടെ അവൾ നാനയിൽ നിന്ന് ഒരുപാട് മയക്കുമരുന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവളുടെ കടം പെരുകി. സൈക്കിറ്റിന്റെ ഒരു രീതിയും അതുതന്നെയാണ്. ആദ്യം തന്റെ ആളുകൾക്ക് സൈക്കിറ്റ് മയക്കുമരുന്ന് വെറുതെ അങ്ങ് വിതരണം ചെയ്യും. കടം പെരുകിക്കഴിയുമ്പോൾ ആ കടം വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും, തനിക്കായി ഉപയോഗിക്കും. ആ നഗരത്തിലെ ഏറെ അറിയപ്പെടുന്ന ഒരു മാഫിയ ലീഡറും മയക്കുമരുന്ന് വിതരണ സംഘത്തിന്റെ നേതാവുമായിരുന്നു സൈക്കിറ്റ്. സൈക്കിറ്റിനൊപ്പം ബിസിനസ്സിൽ സൈക്കിറ്റിന്റെ സഹോദരിയുമുണ്ട്. സൈക്കിറ്റ് എന്ന നാനയെ ഭീഷണിപ്പെടുത്തി അവളോട് പണം തരാൻ ആവശ്യപ്പെട്ടു. പണം തന്നില്ലെങ്കിൽ ഒരാൾക്ക് അവളെ വിൽക്കുമെന്നും അവൻ പറയുന്നുണ്ടായിരുന്നു. ഭയന്ന നാന തന്റെ ഇളയ സഹോദരി ജൂലിയനെ ഫോൺ ചെയ്തു. പണവുമായി വന്ന് തന്നെ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഇതേ സമയം മാർക്കറ്റിൽ ടിൻചി അഫങ്ങിനു വേണ്ടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോയിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട ബാറ്റ്മാൻ ടോയ് തന്നെയായിരുന്നു ടിൻചി വാങ്ങിയതും. ആ സമയമാണ് മാർക്കറ്റിലേക്ക് ജൂലിയൻ വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സൈക്കിറ്റിന് പണമിട്ടുകൊടുത്ത് തന്റെ സഹോദരി നാനയെ മോചിപ്പിച്ചു കൊണ്ടുപോവാൻ അവൾ ശ്രമിച്ചു. തന്റെ സഹോദരിക്ക് മേലാൽ മയക്കുമരുന്ന് വിറ്റുപോകരുത് എന്നും അവൾ പറഞ്ഞിരുന്നു. പക്ഷേ സൈക്കിറ്റ് ചുമ്മാതിരുന്നില്ല. തരാനുള്ള പണം മാത്രം പോരാ, അതിന്റെ പലിശയും വേണം എന്ന് പറഞ്ഞ് വിഷയമുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ പണമൊന്നും തരാൻ പറ്റില്ല എന്നായിരുന്നു ജൂലിയൻ പറഞ്ഞത്. അതോടെ സൈക്കിറ്റിന്റെ ആളുകളുമായി ജൂലിയന് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. ശക്തമായൊരു ഫൈറ്റ് നടന്നു. ആ പോരാട്ടത്തിനിടയിലേക്കായിരുന്നു തന്റെ മകന് വാങ്ങിയ ഗിഫ്റ്റുമായി ടിൻചി കടന്നു വന്നത്. ആക്രമണത്തിൽ ടിൻചി മകന് വാങ്ങിയ ഗിഫ്റ്റ് താഴെ വീണു. ടിൻചിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പോരാത്തതിന് രണ്ട് സ്ത്രീകളെയാണല്ലോ സൈക്കിറ്റിന്റെ ആളുകൾ ആക്രമിക്കാൻ നോക്കുന്നതും ടിൻചി അതോടെ അതിൽ ഇടപെട്ടു. ഒടുവിൽ ലോക്കൽ പോലീസ് എത്തിയായിരുന്നു അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഫൈറ്റ് അവസാനിപ്പിച്ചത്. എല്ലാവരും സ്റ്റേഷനിലെത്തിക്കപ്പെട്ടു. പക്ഷേ തന്റെ പവർ ഉപയോഗിച്ച് സൈക്കിറ്റ് അവിടുത്തെ കൈക്കൂലിക്കാരൻ ഓഫീസർക്ക് പണം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. തോമസ് എന്നായിരുന്നു ആ പോലീസ് ഓഫീസറുടെ പേര്. പക്ഷേ ടിൻചിയും നാനയും ജൂലിയനും ആകട്ടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ വന്നത്. സമയം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. ടിൻചി ധൃതിയിൽ വീട്ടിലേക്കെത്തി. ടിൻചിയുടെ മകൻ അഫങ് ആകട്ടെ അച്ഛൻ വരാൻ വേണ്ടി തയ്യാറായി
തയ്യാറായി കാത്തു നിൽക്കുകയായിരുന്നു. ടീക്ക് ഷോപ്പിൽ കൊണ്ടുപോകാം എന്ന് ടിൻചി പറഞ്ഞിരുന്നതാണല്ലോ. വീട്ടിലെത്തിയുടൻ തയ്യാറായി മകനെയും കൂട്ടി ധൃതിയിൽ നഗരത്തിലെ പ്രശസ്തമായ സ്റ്റേക്ക് ഹൗസിലേക്ക് അവരെത്തി. പക്ഷെ അവരെത്തിയപ്പോഴേക്കും ആ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തിരുന്നു. റെസ്റ്റോറന്റ് ഓണർ ഓവൻ ഡേവിഡ്സൺ അക്കാര്യം അവരോടായി പറഞ്ഞു. അഫങ്ങാകെ ദുഃഖത്തിലായി പോയിരുന്നു. ടിൻചി അഫങ്ങിനെ സമാധാനിപ്പിച്ചു. അഫങ്ങിന് വാങ്ങിയ ഗിഫ്റ്റും കൊടുത്ത് അവനെ അടുത്തുള്ള മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം ആ നഗരത്തിലെ മയക്കുമരുന്ന് ഡീലേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ സംഘത്തിന്റെ ലീഡർ സോങ് ഗാൻക്വാൻ ആയിരുന്നു. സായ്കിറ്റിന്റെ മൂത്ത സഹോദരിയാണവർ. ആ മീറ്റിംഗിൽ ഗ്വാൻക്വാൻ തന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. നിലവിൽ മയക്കുമരുന്ന് വിതരണത്തിലൂടെ അവരുടെ പക്കൽ ഒരുപാട് പണം വന്നിട്ടുണ്ട്. പരസ്പരം പോരടിക്കാതെ ഇതൊക്കെ മറ്റു രീതിയിലേക്ക് ഇറക്കി വലിയ ബിസിനസ് സാമ്രാജ്യം നമുക്ക് കെട്ടിപ്പൊക്കാനാകും. നമ്മുടെ സിൻഡിക്കേറ്റ് ഒരു ക്ലീൻ ഓർഗനൈസേഷനാക്കി മാറ്റണം. അതിനുവേണ്ട കാര്യങ്ങൾ നടത്തണം. അവർക്കിപ്പോൾ തന്നെ ഒരുപാട് പണമുണ്ട്. മറ്റ് കമ്പനികളുമായി സഹകരിച്ച് നമ്മുടെ ഈ പണം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വലിയ ശക്തികളായി മാറാൻ പറ്റും. ഗാൻക്വാന്റെ ആ പറച്ചിൽ സായ്കിറ്റിന് അത്ര പിടിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ രസിച്ചിരുന്നു. അവരെല്ലാവരും അതിനോക്കെ പറഞ്ഞു. സായ്കിറ്റ് എതിർത്തു നിന്നെങ്കിലും ബാക്കിയുള്ളവർ ഓക്കെ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ നിൽക്കാതെ സായ്കിറ്റിന് പറ്റില്ലായിരുന്നു. അധികം വൈകാതെ ടിൻചിക്കെതിരെ ആക്രമണമുണ്ടായി. ടിൻചിയുടെ വീടും കടയും സായ്കിറ്റിന്റെ ആളുകളാൽ ആക്രമിക്കപ്പെട്ടു. പ്രതികാര നടപടിയായിരുന്നു അത്. തന്റെ മകനെയും രക്ഷപ്പെടുത്തി ടിൻചി പുറത്തു ചാടി. പക്ഷെ അപ്പോഴേക്കും സായ്കിറ്റിന്റെ ആളുകൾ ടിൻചിയെ ആക്രമിക്കാൻ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അഫങ്ങുമായി ഓടിയ ടിൻചി ജൂലിയാന്റെ മുമ്പിലേക്കെത്തി. മകനെ ജൂലിയാനെ ഏൽപ്പിച്ച് സായ്കിറ്റിന്റെ ആളുകളുമായി ടിൻചി ഫൈറ്റിലേർപ്പെടുകയാണ്. അവരൊക്കെ അടിച്ചൊതുക്കി കഴിഞ്ഞതും ജൂലിയന്റെ അടുത്തേക്ക് പോയി മകനെ കൂട്ടാൻ ടിൻചി തീരുമാനിച്ചു. പക്ഷെ ടിൻചി പുറപ്പെട്ടു പോവാൻ ഒരുങ്ങിയതും ടിൻചിയെ തേടി മറ്റൊരു ശത്രുവെത്തി. മുമ്പ് ഹിറ്റ്മാനായി ജോലി ചെയ്തിരുന്നിടത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന അസാസിൻ സാഡി ആയിരുന്നു അത്. അവർ തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. സാഡി എന്തിനാണ് വന്നതെന്നോ ആരാണ് അയച്ചതെന്നോ വ്യക്തമായിരുന്നില്ല. അപ്പോഴാണ് ടിൻചിയുടെ മകനുമായി ജൂലിയൻ വരുന്നത്. അത് കണ്ടതും സാഡി അവിടെ നിന്ന് പിൻവാങ്ങി. പിന്നാലെ പരിക്കേറ്റിരുന്ന മകൻ അഫങ്ങിനെ അവർ ആശുപത്രിയിൽ എത്തിച്ചു. ടിൻചി പോലീസ് കംപ്ലൈന്റ് കൊടുത്തെങ്കിലും അതൊരു ആക്രമണമൊന്നുമല്ലെന്നും കടയ്ക്ക് തീപിടിച്ചതാണ് എന്നുമായിരുന്നു പോലീസ് വിശദീകരണം. പോലീസ് കമാൻഡോ തോമസും മറ്റും സായ്കിറ്റിന്റെ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നു. അഫങ് സുഖപ്പെട്ടു. പക്ഷെ ടിൻചിക്ക് തിരികെ പോവാനും താമസിക്കാനും ഇടമില്ല. തന്റെ കടയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനാണ് ജൂലിയൻ താൻ ജോലി നോക്കുന്ന ബാറിലേക്ക് ടിൻചിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. വീട് ശരിയാക്കുന്നവരെ ബാറിൽ ജോലി നോക്കിക്കോളാനും ബാറിൽ തന്നെ താമസിക്കാനുള്ള ഇടം നൽകാമെന്നും ബാർ ഓണർ ടിൻചിയോട് പറഞ്ഞു. ബാറിൽ ജോലി നോക്കുന്നതിന് തനിക്ക് പ്രതിഫലമൊന്നും വേണ്ട എന്ന ആ സമയം ടിൻചി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നാനയുടെ ഭാവി വരനായിരുന്നു ആ ബാർ ഓണർ. ഫോ എന്നായിരുന്നു അയാളുടെ പേര്. ഒടുവിൽ സുരക്ഷിതമായി താമസ സ്ഥലവും ജോലിയുമൊക്കെ ആയതോടെ കാര്യങ്ങൾ ടിൻചി ഒന്നുകൂടി ആലോചിച്ചു. പോലീസുകാർ കൈക്കൂലി വാങ്ങി സായ്കിറ്റിനും സായ്കിറ്റിന്റെ ആളുകൾക്കുമെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല. താൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ടിൻചി ഉറപ്പിച്ചു. പ്രതികാരം അവന്റെ ഉള്ളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ടിൻചി അവിടെ നിന്നും സായ്കിറ്റിന്റെ ബേസിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന സായ്കിറ്റിന്റെ ആളുകളൊക്കെ അടിച്ചിട്ട് ആ ഇടത്തിന് തീ കൊളുത്തി. അടുത്ത ദിവസം ടിൻചി തന്റെ ഇടം മൊത്തത്തിൽ കത്തിക്കരിച്ച് ചാമ്പലാക്കി എന്നറിഞ്ഞതും സായ്കിറ്റ് ക്ഷോഭത്താൽ വിറച്ചിരുന്നു. ടിൻചിക്കെതിരെ ക്രൂരമായ നടപടിയിലേക്ക് കടക്കുന്നതിനെ പറ്റി സായ്കിറ്റ് ആലോചിച്ചു. പക്ഷേ സായ്കിറ്റിന്റെ സഹോദരിയും സിൻഡിക്കേറ്റ് ലീഡറുമായ ക്വാൻ അത് തടയുകയാണ്. സായ്കിറ്റിനോട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും നമ്മളിപ്പോൾ പുതിയ ബിസിനസ്സുകളിലേക്ക് കടക്കാൻ പോവുകയാണ്, അതിനെയൊക്കെ അത് ബാധിക്കും എന്നും ക്വാൻ വ്യക്തമാക്കി പറഞ്ഞു. പക്ഷേ ടിൻചി തന്നോട് ചെയ്തത് സായ്കിറ്റിന് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആരുമറിയാതെ രഹസ്യമായി ടിൻചിക്കെതിരെ പ്രതികാരം തീർക്കാൻ സായ്കിറ്റ് തീരുമാനിച്ചു. അടുത്ത ദിവസം ക്വാൻ തന്നെ നേരിട്ട് ഫോവിന്റെ ബാറിലേക്ക് എത്തി. ടിൻചിയെ നേരിട്ട് കണ്ടു. സായ്കിറ്റ് ഉണ്ടാക്കിയ നഷ്ടങ്ങൾ തനിക്കറിയാമെന്നും തന്റെ സഹോദരനുമായി ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ടെന്നും ഈ നഷ്ടപരിഹാരം സ്വീകരിക്കണം എന്നും പറഞ്ഞ ക്വാൻ ഒരു ചെക്ക് എഴുതി ടിൻചിയുടെ മുമ്പിലേക്ക് വെച്ചു. പക്ഷെ ടിൻചി പറഞ്ഞു, എനിക്കുണ്ടായ നഷ്ടത്തിന് പ്രതികാരം താൻ തീർത്തിട്ടുണ്ട്, ഈ പണമൊന്നും വേണ്ട. ക്വാൻ ഒന്നും മിണ്ടിയില്ല. ചെക്കെടുത്ത് ഫോവിന്റെ കയ്യിൽ കൊടുത്ത് ക്വാൻ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം പുലർച്ചെ ഫോവും ടിൻചിയും ബാറിന്റെ റൂഫ് ടോപ്പിലിരുന്ന് മദ്യപിച്ച് സംസാരിക്കുകയാണ്. ടിൻചി മികച്ചൊരു ഫൈറ്ററാണെന്നും മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നും ലെജൻഡായ ഇപ്മാനൊപ്പം ടിൻചി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഫോവിന് അറിയാമായിരുന്നു. തനിക്കും മികച്ച മാർഷൽ ആർട്ടിസ്റ്റ് സ്കില്ലുകളുണ്ട്. ഫോ ടിൻചിയെ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. ടിൻചിക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നറിയാൻ കൂടി വേണ്ടിയായിരുന്നു അത്. ആദ്യമൊക്കെ ടിൻചി അത് അവഗണിച്ചു. പക്ഷേ ഫോ വീണ്ടും വീണ്ടും ടിൻചിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിലൊരു ഘട്ടത്തിൽ ഫോവിനെതിരെ ടിൻചി ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അവർ തമ്മിൽ ശക്തമായൊരു ഫ്രണ്ട്ലി പോരാട്ടം നടന്നു.
വളരെ പെട്ടെന്ന് തന്നെ ഫൂവിനെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കാൻ ടിൻചിക്കായി. അന്ന് രാത്രിയിൽ അവരെല്ലാവരും കൂടി ഒരു ഡിന്നറിന് പോയി. ഫൂവും നാനയും ജൂലിയനും ടിൻചിയും മകനും കൂടിയായിരുന്നു അത്. അഫങ് മുമ്പ് ഒരു സ്റ്റേക്ക് ഹൗസിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ, അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു അവർ ഡിന്നറിനായി ചെന്നത്. അവർ അവിടെ നിന്ന് വേണ്ട പോലെ ഭക്ഷണം കഴിച്ചു. മകന് കൊടുത്ത വാക്ക് ടിൻചി പാലിച്ചു. പിന്നാലെ അവിടുത്തെ ഓണറുടെ അടുക്കൽ അഫങ്ങിന് വേണ്ടി ഒരു ബർത്ത്ഡേ കേക്കും കൊണ്ടുവരാൻ ടിൻചി ആവശ്യപ്പെട്ടിരുന്നു. ഓവൻ എന്നായിരുന്നു ആ ഓണറുടെ പേര്. അയാൾ ബർത്ത്ഡേ കേക്കുമായി വന്നു. ആ സമയം അയാളുടെ കയ്യിൽ കിടന്ന ബാറ്റ്മാൻ ബ്രേസ്ലെറ്റ് അഫങ്ങിന് വല്ലാതെ ഇഷ്ടമാകുന്നുണ്ട്. അഫങ് അതിനെപ്പറ്റി പറയുന്നത് ടിൻചി കേൾക്കുകയും ചെയ്തു. അവിടെ നിന്ന് തിരികെ വരുമ്പോ ടിൻചിയും ജൂലിയനും ഒരു കാഴ്ച കണ്ടു. ഒരാൾ ഒരു ഇടനാഴിയിലിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിരുന്നു അത്. ടിൻചി അയാളെ തടഞ്ഞു. ഇതവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ടിൻചി പിന്നാലെ അതിന്റെ പിന്നിൽ ഒരു അന്വേഷണം തന്നെ നടത്തി. വളരെ പെട്ടെന്ന് തന്നെ ടിൻചി കാര്യം അറിഞ്ഞു. സായിക്കിറ്റ് തന്റെ ആളുകളെ ഉപയോഗിച്ച് കുറഞ്ഞ പൈസയ്ക്ക് മയക്കുമരുന്ന് വിറ്റഴിക്കുകയാണ്. ആ പ്രദേശത്തെ ആളുകളെ മുഴുവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആക്കാനും തന്റെ കീഴിലേക്ക് കൊണ്ടുവരാനും സായിക്കിറ്റ് പദ്ധതിയിട്ടിരുന്നു. ചേച്ചിയുടെയും മറ്റും വാക്കുകളെ തള്ളിക്കൊണ്ടായിരുന്നു സായിക്കിറ്റ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ടിൻചിയും ജൂലിയനും ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തടയാൻ കുറേയധികം പരിശ്രമിച്ചു. മയക്കുമരുന്ന് കൊടുത്ത് സായിക്കിറ്റ് ഒടുവിൽ ഇവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുക എന്ന് ജൂലിയൻ ആ സമയം ടിൻചിയോടും പറഞ്ഞു. ടിൻചിയും ജൂലിയനും ചേർന്ന് മയക്കുമരുന്ന് വിതരണം തടയാനൊക്കെ നോക്കിയെങ്കിലും ആളുകളുടെ അടുത്തേക്ക് യഥേഷ്ടം അത് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. നഗരത്തിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത മറ്റൊരു മയക്കുമരുന്ന് ഡീലർ കൂടി ഉണ്ടായിരുന്നു. അത് സ്റ്റീക്ക് റെസ്റ്റോറന്റ് ഓണർ ഓവനായിരുന്നു. തന്റെ സ്റ്റീക്ക് ഹൗസിന്റെ മറവിലായിരുന്നു ഓവൻ തന്റെ ബിസിനസ് നടത്തിയിരുന്നത്. ചേച്ചിയും മറ്റുള്ളവരും മയക്കുമരുന്ന് ബിസിനസ്സിൽ നിന്ന് മറ്റുള്ള തലങ്ങളിലേക്ക് മാറുന്നതുകൊണ്ട് ഓവനുമായി കൈകോർക്കാൻ സായിക്കിറ്റ് തീരുമാനിച്ചു. സായിക്കിറ്റ് ഓവനടുത്തെത്തി സംസാരിച്ചു. വളരെയധികം ധൈര്യശാലിയായ ഒരാൾ മാത്രമേ താൻ പാർട്ട്ണറായി സ്വീകരിക്കൂ എന്നായിരുന്നു ഓവൻ പറഞ്ഞത്. അതോടെ തന്റെ അടുത്ത കൂട്ടുകാരനെ തന്നെ കൊന്ന് തന്റെ ധൈര്യം കാണിച്ച് സായിക്കിറ്റ് ഓവന്റെ പങ്കാളിയായി മാറി. ഇതേ സമയം സായിക്കിറ്റും സംഘവും മയക്കുമരുന്ന് വിതരണം തുടരുന്നത് തങ്ങളെ കൊണ്ടങ്ങനെ തടയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ടിൻചി സായിക്കിറ്റിന്റെ തന്നെ ചേച്ചിയെ ചെന്ന് കണ്ടു. കാര്യങ്ങൾ അവരോട് വിശദമായി പറഞ്ഞു. സാമ്പിൾ മയക്കുമരുന്ന് താൻ കണ്ടെത്തിയത് അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ക്വാൻ ടിൻചിയോട് സംസാരിച്ചു. ഈ പ്രശ്നം താൻ പരിഹരിച്ചേക്കാം എന്നും പറഞ്ഞു. തങ്ങളുടെ ഫ്യൂച്ചർ ബിസിനസ്സുകൾക്ക് ഇതൊരു ബാധ്യതയാകും എന്നവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് വിതരണം തടയണം എന്ന് ക്വാൻ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് പൂർണ്ണമായും മയക്കുമരുന്ന് പിടിയിൽ നിന്നും മോചിതയാവാതിരുന്ന നാനയുടെ കയ്യിൽ മയക്കുമരുന്ന് വന്നുപെടുകയാണ്. ഒരു തെരുവിൽ മയക്കുമരുന്നിനായി തിരഞ്ഞപ്പോഴായിരുന്നു അവൾക്കത് കണ്ടുകിട്ടിയത്. അതാകട്ടെ സായിക്കിറ്റിന്റെ ആളുകൾ കസ്റ്റമേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതുമാണ്. അതോടെ നാന ആ വഴിയിലൂടെ സായിക്കിറ്റിന്റെ കയ്യിലകപ്പെട്ടു. സായിക്കിറ്റ് നാനയെ കടന്നുപിടിച്ച് ഒരുപാട് മയക്കുമരുന്ന് അവളെ കൊണ്ട് തീറ്റിച്ചു. നാനയ്ക്കെതിരെയുള്ള പ്രതികാര നടപടിയായിരുന്നു അത്. മയക്കുമരുന്ന് അധികമായി ശരീരത്തിലെത്തിയതോടെ ശ്വാസം എടുക്കാൻ വരെ മുട്ടി നാന അവശതയിലായി. സായിക്കിറ്റും സംഘവും അവളെ ആ തെരുവിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. തെരുവിൽ നിന്ന് വേഗത്തിൽ പോകുന്ന സായിക്കിറ്റിന്റെ ആളുകളെയും മറ്റും ജൂലിയൻ നേരിട്ട് കണ്ടിരുന്നു. ജൂലിയന് ചെറിയ സംശയം തോന്നി. ആ വഴിയിലേക്ക് അവൾ പോയി നോക്കുകയാണ്. അവിടെ വീണുകിടക്കുന്ന അവശതയിലായ നാനയെയായിരുന്നു ജൂലിയന് കാണാൻ സാധിച്ചത്. ജൂലിയൻ ഉടനടി അവളെ ആശുപത്രിയിലേക്ക് മാറ്റി. സായിക്കിറ്റിന്റെ പ്രവർത്തനം അതിരുവിട്ടതും നേരിട്ട് തന്നെ ചെന്ന് എല്ലാം അവരെ കൊണ്ട് അവസാനിപ്പിക്കാൻ ടിൻചി തീരുമാനിച്ചിരുന്നു. പൂവായിരുന്നു ടിൻചിയെ തന്റെ കാമുകിക്ക് വന്ന അവസ്ഥ കണ്ട് സായിക്കിറ്റിന് പണി കൊടുക്കാൻ കൂടെ വരാൻ വേണ്ടി ക്ഷണിച്ചത്. സായിക്കിറ്റിന്റെ ബേസിലെത്തിയതും അവിടുള്ള സായിക്കിറ്റിന്റെ കയ്യാളുകളുമായി ശക്തമായൊരു ഏറ്റുമുട്ടൽ അവർ നടത്തുകയാണ്. ഒരുപാട് ആളുകൾക്കെതിരെ ഒരേ സമയം ഫോവിനും ടിൻചിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും അവർ മികച്ച രീതിയിൽ മേൽക്കൈ നേടിക്കൊണ്ടേയിരുന്നു. എതിരാളികളെ കീഴ്പ്പെടുത്തി. പക്ഷേ ഒടുവിൽ ടിൻചി സായിക്കിറ്റിനെ ആക്രമിക്കാനായി സായിക്കിറ്റിന്റെ അടുത്തെത്തി. പക്ഷേ അവിടെ ക്വാൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും സഹോദരനാണല്ലോ. ക്വാൻ ടിൻചിയെ തടഞ്ഞു. ടിൻചിയും ക്വാനും തമ്മിൽ അതോടെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഒടുവിൽ ഫൈറ്റിനിടയിൽ സായിക്കിറ്റിന്റെ ഒരു കൈ വെട്ടിവീഴ്ത്തിയായിരുന്നു സായിക്കിറ്റിന്റെ പ്രവൃത്തി ശരിയല്ല എന്ന തരത്തിൽ ക്വാൻ വാദിച്ച് ഫൈറ്റ് അവസാനിപ്പിച്ചത്. സായിക്കിറ്റ് എവിടെയാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും ക്വാൻ സായിക്കിറ്റിനെ കൊണ്ട് പറയിപ്പിച്ചു. ഒടുവിൽ ആ മയക്കുമരുന്നൊക്കെ പിടിച്ചെടുത്ത് പൂവും ടിൻചിയും ചേർന്ന് അത് മാധ്യമപ്രവർത്തകരുടെ ചെവിയിലെത്തിച്ചു. പോലീസിന് മറ്റു വഴിയില്ലാതെ അത് പിടിച്ചെടുക്കേണ്ടിയും വന്നു. സംഭവം ഓവന്റെ ചെവിയിലും എത്തിയിരുന്നു. നടക്കുന്ന കാര്യങ്ങൾ തനിക്കും ഭീഷണിയാണെന്നറിഞ്ഞതും ഓവൻ പോലീസ് കമാൻഡോയെ ചെന്നു കണ്ടു. അയാൾക്ക് കൈക്കൂലി കൊടുത്ത് ഇതിനെതിരെ പ്രവർത്തിച്ച പൂവിനെ പിടികൂടണം. മയക്കുമരുന്ന് കേസിൽ തന്നെ പൂവിനെ പെടുത്തണം. പിന്നെ ചില കാര്യങ്ങളുണ്ട്, അതിനും തന്നെ
സഹായിക്കണം എന്നും ഫു ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ഫുവിന്റെ ബാറിൽ റെയ്ഡ് നടക്കുകയാണ്. പോലീസ് തന്നെ കൊണ്ടുവന്ന മയക്കുമരുന്ന് അവർ തന്നെ അവിടെ നിന്ന് കണ്ടെടുത്തു. ഫുവിനെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഫുവിനെ അവർ കൊണ്ടുപോയത് പക്ഷേ സ്റ്റേഷനിലേക്കായിരുന്നില്ല, മറിച്ച് ഓവന്റെ ഹൈഡൌട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് ഓവൻ ഫുവിനെ ആക്രമിച്ച് വകവരുത്തുകയാണ്. പക്ഷേ ഓവൻ ഫുവിനെ വകവരുത്തുമ്പോൾ ഓവന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഫു പിടിച്ച് തന്റെ കയ്യിലാക്കിയിരുന്നു. താൻ കൊല്ലപ്പെട്ടത് ഓവനാലാണെന്ന് ടിൻചി മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചപ്പോ ഉയരത്തിൽ നിന്ന് വീണാണ് ഫു മരിച്ചത് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. പക്ഷേ ഫുവിന്റെ മൃതദേഹം കണ്ടപ്പോൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നിലയിൽ ബാറ്റ്മാൻ ബ്രേസ്ലെറ്റ് ടിൻചി നോക്കിക്കണ്ടു. അത് ഓവന്റേതാണ് എന്നൊറ്റ നോട്ടത്തിൽ ടിൻചി തിരിച്ചറിഞ്ഞിരുന്നു. ഫുവിന്റെ മരണത്തിന് പ്രതികാരം തീർക്കാൻ ടിൻചി മനസ്സിലുറപ്പിച്ചിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ തന്റെ മകനെ ജൂലിയനെ ഏൽപ്പിച്ച് ടിൻചി ഓവന്റെ ഷോപ്പിലേക്ക് പുറപ്പെട്ടു. അവിടെത്തി ഓവന്റെ മയക്കുമരുന്നിന്റെ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടായിരുന്നതും പിടിച്ചെടുത്ത മയക്കുമരുന്നും ടിൻചി ഓവന്റെ മുമ്പിലേക്കിട്ടു. അധികം വൈകിയില്ല, അവർ തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ കരുത്തനായ ഓവനോട് എതിരിടൽ ടിൻചിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഏറെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു നടന്നത്. എന്നിരുന്നാലും ഓവനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്ത് ഓവനെ അടിച്ചു വീഴ്ത്താൻ ടിൻചിക്ക് കഴിഞ്ഞു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് തോമസിന്റെ നേതൃത്വത്തിൽ നിരവധി പോലീസുകാർ എത്തിയത്. ഓവനെ സുരക്ഷിതമാക്കി ടിൻചിയെ അറസ്റ്റ് ചെയ്യാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ നാട്ടുകാരടക്കം അവിടെ തടിച്ചുകൂടിയിരുന്നു. ഓവന്റെ ബിസിനസ്സുകളുടെ രഹസ്യങ്ങൾ ടിൻചി വെളിപ്പെടുത്തിയതും നാട്ടുകാർ ടിൻചിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. തെളിവുകളടക്കം പോലീസിന്റെ മുമ്പിലേക്കിട്ട് ഓവനെ അറസ്റ്റ് ചെയ്യാൻ നാട്ടുകാരടക്കം വാദിച്ചതോടെ പോലീസ് പ്രതിസന്ധിയിലായി. ആദ്യം കൈക്കൂലിക്കാരൻ കമാൻഡർ തോമസ് അതിന് സമ്മതിച്ചില്ലെങ്കിലും ഓവന്റെ മയക്കുമരുന്ന് പിടിച്ചെടുത്ത് മുഴുവൻ തോമസിന് മുമ്പിൽ നാട്ടുകാർ കാണിച്ചതോടെ തോമസിന് മറ്റു വഴികളില്ലാതെ വന്നു. അതിനോടകം ഡെപ്യൂട്ടി കമാൻഡറും എത്തിയിരുന്നു. തോമസും അതിൽ പങ്കാളിയാണ്, പ്രതിയാണ് എന്ന് മനസ്സിലാക്കിയതും തോമസിനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമാൻഡർ ഉത്തരവിട്ടു. തോമസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു അവസരം മുതലെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഓവൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടോടിയ ഓവനെ അസാസിൻ സാഡി തന്റെ പ്രത്യേക ആയുധം ഉപയോഗിച്ച് വകവരുത്തി. ക്വാനായിരുന്നു നഗരത്തിലെ മയക്കുമരുന്ന് വിതരണം ഇല്ലാതാക്കാനും സായ്ക്കിറ്റിനെ അടക്കം ഒതുക്കുവാനും ഓവനെ കൊല്ലാൻ സാഡിക്ക് കൊട്ടേഷൻ കൊടുത്തത്. ടിൻചി സുരക്ഷിതമായി ജൂലിയനും അഫങ്ങിനും അടുത്തേക്ക് തിരികെ എത്തി. അവർ സന്തോഷത്തോടെ തുടർന്ന് ജീവിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.